തീയക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമുദായ അവകാശ പ്രഖ്യാപന വടക്കൻ മേഖലാ യാത്ര കുമ്പളയിൽ നിന്നും പ്രയാണം തുടങ്ങി. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രവി കുളങ്ങരയാണ് ജാഥ നയിക്കുന്നത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. വർഷങ്ങളായി തുടർന്നു വരുന്ന കടുത്ത അവഗണനയ്ക്കും അടിച്ചമർത്തലിനുമെതിരെ സമുദായത്തെ സംഘടിത ജനശക്തിയാക്കി മാറ്റാൻ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് തീയക്ഷേമ സഭയുടെ തീരുമാനം. ഇതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് തീയ സമുദായ അവകാശ പ്രഖ്യാപന വടക്കൻ മേഖലാ യാത്ര നടത്തുന്നത്. ഞായറാഴ്ച രാവിലെ കുമ്പളയിലെ ശ്രീ സദ്ഗുരു നിത്യാനന്ദ സ്വാമിജി മഠത്തിൽ വെച്ച് തീയ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഗണേഷ് പാവൂർ യാത്രാപ്രയാണം ഉദ്ഘാടനം ചെയ്തു. തീയക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് രവി കുളങ്ങരയാണ് ജാഥ നയിക്കുന്നത്. തെക്കൻ കേരളത്തിലെ മലബാർ മേഖലയിലെ തീയ സമുദായം കൃത്യമായിട്ട് ഒരു സംഘടനയുടെയും കീഴിലല്ലാതെ ഒരു ചട്ടക്കൂടില്ലാതെയുള്ള ഒരു സമുദായമായിട്ടാണ് ഇന്ന് നിലകൊള്ളുന്നത്. ആ സമുദായത്തെ ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് കൊണ്ടുവരാനും എന്താണ് തീയ സമുദായം, എങ്ങനെയാണ് തീയ സമുദായത്തിന് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, ഇന്ന് സമുദായത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് സംവരണാനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് തീയ സമുദായം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതുപോലെ തന്നെ ഇന്ന് തീയ സമുദായം വേറൊരു സമുദായത്തിൻ്റെ ഉപജാതിയായിട്ടാണ് കേരളത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഉടനടി മാറ്റണം. കാരണം 50 ലക്ഷത്തിലധികം സമുദായാംഗങ്ങളുള്ള ഒരു സമുദായമാണ് തീയ സമുദായം. ഈ തീയ സമുദായം ഇന്ന് ഈഴവ ജാതിയുടെ ഉപജാതിയായിട്ടാണ് സർക്കാർ രേഖകൾ. അത് മാറ്റണം. അത് മാറ്റിക്കൊണ്ട് സ്വതന്ത്ര ജാതിയായി തീയ സമുദായത്തെ മാറ്റണം എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഉദ്ഘാടന ചടങ്ങിൽ രാഘവൻ വണിക്കർ, നാരായണൻ മയ്യിൽ, രാജീവൻ പള്ളിക്കണ്ടി, ചന്ദ്രൻ ആറങ്ങാടി, അഡ്വക്കേറ്റ് ബഷീർ ആലടി, സതീശൻ കൂവത്തൊട്ടി, ചിത്രാകരൻ, KPP കുഞ്ഞിക്കോരൻ, KV രാജൻ, നാരായണൻ മാസ്റ്റർ, A അനിൽ, നാഗേഷ് കുമ്പള തുടങ്ങിയവർ സംബന്ധിച്ചു. നഷ്ടപ്പെട്ട പ്രതാപം തിരികെ പിടിക്കുക, കവർന്നെടുത്ത മുഴുവൻ സംവരണ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കുക, തീയ സമുദായത്തെ സ്വതന്ത്ര ജാതിയായി സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുക, തറവാട്, കാവ്, മുണ്ട്യ, കഴകം, മുത്തപ്പൻ, മടപ്പുരകൾ ഉൾപ്പെടെയുള്ള ആരാധനാ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുക, ഇവിടങ്ങളിലെ സമുദായ ആചാര്യന്മാർക്ക് മതിയായ ആദരവും വേതനവും ഉറപ്പാക്കുക, പൂരക്കളി, മറത്തുകളി അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് യാത്ര പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തുന്ന ജാഥ ജനുവരി 28 വൈകുന്നേരം 5 മണിയോടെ ശ്രീകരിപ്പുറം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുയോഗത്തോടെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഉപ്പള.